ഹായ്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഇരിട്ടിയിലാണുള്ളത്. ഇരിട്ടിയിൽ ഒരു ജൈവ കർഷകന്റെ വീട്ടിലാണുള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ 1500-ലധികം വ്യത്യസ്തമായ ഔഷധ സസ്യങ്ങൾ നട്ടു വളർത്തിയിരിക്കുന്ന ഏതാണ്ട് ഒരു 4 ഏക്കർ വലിയൊരു തോട്ടാണിത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലില്ലാത്ത ആയുർവേദ സസ്യങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ശരി. അത്രമാത്രം ആയുർവേദ സസ്യങ്ങളുണ്ട്. അപ്പോൾ മാത്രമല്ല ഒരുപാട് നേട്ടങ്ങൾ ഇദ്ദേഹം കൃഷി അതുപോലുള്ള മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആധുനിക കൃഷി രീതികൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള പുതിയ നൂതനമായിരിക്കുന്ന വളപ്രയോഗ രീതികൾ, അതുപോലെ തന്നെ നമ്മുടെ അറിവിൽ പരിചയത്തിലും ഇല്ലാത്ത പല സസ്യങ്ങളും എന്ന് വെച്ചാൽ തുളസി തന്നെ ഏതാണ്ട് പല വ്യത്യസ്ത തരത്തിലുള്ള തുളസി ഇനങ്ങൾ ഈ ഒരു വീട്ടിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം ചെയ്യാം. ഈ നേരെ ഇദ്ദേഹത്തിന്റെ ഫാമിലേക്ക് പോവാം, അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് പോവാം. തോട്ടം മുഴുവനായിട്ടും നമുക്കൊന്ന് കാണാം. അപ്പോൾ ഓക്കെ, ഇവിടെ ഒരു 1500 മുകളിൽ വരുന്നുണ്ട്. 1500-ലധികം. അതെ അതെ. അപ്പൊ അത്രമാത്രം ഒരു ജൈവ വൈവിധ്യം നിറഞ്ഞ ഒരു സ്ഥലമാണിത് അല്ലേ? അതെ അതെ അതെ. ഓക്കെ. അപ്പൊ ഇത് ശരിക്കും നിങ്ങൾ ഇതൊക്കെ എവിടെ നിന്നാണ് കളക്ട് ചെയ്തിരിക്കുന്നത്? ഇത് എന്ന് പറഞ്ഞാല് കേരളത്തിന് അകത്തും പുറത്തു നിന്നും ചെയ്തതാണ്. എന്ന് പറഞ്ഞാല് നമ്മള് പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് അങ്ങനെയെല്ലാം നമ്മൾ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് മേടിച്ച് അങ്ങനെയെല്ലാം ചെയ്തതാണ്. പിന്നെ നാട്ടിൽ തന്നെ നമ്മൾ അന്യം നിന്ന് പോകുന്ന ഒരുപാട് ഔഷധ സസ്യങ്ങളെ കാട്ടിൽ നിന്നും പറിച്ച് ഇവിടേക്ക് നട്ടിട്ടുണ്ട്. പിന്നെ കുറേ അപൂർവമായുള്ള സാധനങ്ങൾ, ഇതുവരെ ആരും കാണാത്ത സാധനങ്ങൾ വരെ ഇവിടെയുണ്ട്. വേറൊന്ന് കേട്ടു, ഇവിടെ തുളസി തന്നെ 32 വ്യത്യസ്ത തുളസികളുണ്ട്. അതെങ്ങനെയാണ്, എന്തൊക്കെയാണുള്ളത് തുളസി? തുളസിയിൽ ഒരുപാട് മണങ്ങളിലെ തുളസികളുണ്ട്. ഇഞ്ചിൻ്റെ മണമില്ലേ, മഞ്ഞളിൻ്റെ മണമില്ലേ, അതുപോലെ വിക്സിൻ്റെ മണമില്ലേ, വിളക്ക് തിരിക്ക് പകരം ഉപയോഗിക്കുന്ന തുളസികൾ, അങ്ങനെയുള്ള തുളസികളിലുണ്ട്. പുതിന തുളസി, ഇത് പുതിനക്ക് പകരം കറിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തുളസിയാണ് ഈ തുളസി കാണുന്നത്. ഇത് ഈ കാണുന്നതാണ്. ഇത് സാധാരണ നാരകത്തിൻ്റെ മണമായിരിക്കും. നമ്മളെ മാതള നാരകത്തിൻ്റെ മണയിലൊരു തുളസിയാണ് ഇത്. മാതള നാരകത്തിന്റെ മണയിലെ തുളസിയാണ് ഇത് സാധനം. ഇത് മുസംബീൻ്റെ മണയിലെ തുളസി. മുസംബീൻ്റെ മണമായിരിക്കും ഇതിന്. മുസംബീൻ്റെ മണമായിരിക്കും. ഇത് ചെറുനാരങ്ങൻ്റെ മണയിലെ തുളസി. ചെറുനാരങ്ങന്റെ മണമായിരിക്കും. അല്ല ശിംജിത്തേട്ടാ, ഈ തുളസിയിലാണോ നിങ്ങൾ ഈ പറയുന്നത്? അതെ അതെ, മണം. അതെ അതെ, ചെറുനാരങ്ങന്റെ മണമുണ്ട്. ഇത് രാമതുളസിയിലെ ഒരു വെറൈറ്റിയാണ്. ഇതിന്റെ പ്രത്യേകത ഇത് കയ്യിൽ വരക്കുക, കൈയിന്റെ അടിയിൽ വരക്കുക. ഇത് അടിയിൽ, കൈയിന്റെ അടിയിൽ വരച്ചിട്ട് ഇതുപോലെ കൈയിന്റെ അടിയിൽ വരച്ചിട്ട് പുറത്ത് മണപ്പിച്ചോ, ഇവിടെ മണപ്പിച്ചാൽ മണം വരും. അതാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് മണപ്പിക്കുക. അങ്ങനെയല്ല തുളസിയാണ്. കറക്റ്റാണ് കേട്ടോ. അത് ഈടി വരച്ചിട്ട് ഇപ്പുറം മണപ്പിച്ച് കഴിഞ്ഞാൽ മണക്കും. അതെ, അങ്ങനെയല്ല തുളസിയാണ്. ഇത് മസാലക്ക് വരെ ഉപയോഗിക്കുന്ന തുളസിയാണ്. മസാലേന്റെ മണമായിരിക്കും ഇതിന്, ഈ തുളസിക്ക്. ഇത് വിക്സിന് വരെ ഉപയോഗിക്കുന്നത്. ജലദോഷം പറഞ്ഞു കഴിഞ്ഞാൽ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തുളസിയാണ് വിക്സ് തുളസി. അതെ, വിക്സ് തുളസി. വിക്സിന്റെ മണമായിരിക്കും. അല്ല, ഈ ഇത്രയും എണ്ണം മണപ്പിക്കാൻ അതന്നെ ശരിയാണല്ലോ. വിക്സിന്റെ ഇത് ഭയങ്കര വിക്സ് ആണ്. അതെ, വിക്സ് തുളസി. അത് ഞെട്ടിയ സാധനം. ഇത് പുൽത്തൈലത്തിന്റെ മണമല്ലോ തുളസി. പുൽത്തൈലത്തിന്റെ മണമായിരിക്കും അതിന്. ഇത് ഇഞ്ചിന്റെ മണമില്ല, അത് ഇഞ്ചിയിലെ മണം. ഷിംജിത്തേട്ടാ, ഇതെല്ലാം വെച്ച് ആവി പിടിച്ചു കഴിഞ്ഞാൽ ജലദോഷം ശരിക്കും പമ്പ കിടക്കുമല്ലോ. മഞ്ഞളുടെ മണമില്ല, ഇതിന് മഞ്ഞളുടെ മണമായിരിക്കും. അതെ, നിങ്ങൾ വല്ല മാജിക് എങ്ങാനാണോ ചെയ്യുന്നത്? ഓരോന്നെടുത്തിട്ട് യൂക്കാലിന്റെ മണമായിരിക്കും. ഇവിടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുന്നു. കാരണം പുള്ളി പറയുന്നതെന്ന് വെച്ചാല് ഓരോ തുളസി എടുത്തിട്ട് പറയുന്നത് ഇത് ഇഞ്ചിന്റെ മണം ഉണ്ടാവും, ഇത് മഞ്ഞളുടെ മണം ഉണ്ടാവും. അഗസ്ത്യ ടോണിക്കിന്റെ മണമായിരിക്കും. അതെ അതെ, ശരിയാ. ഇതാണ് അഗ്നിപത്രി എന്ന് പറയും. ഇത് വിളക്ക് തിരിക്ക് പകരം കത്തിക്കുന്ന തുളസിയാണ്. ഇതിന്റെ ഇല തിരിച്ചിട്ട് വിളക്കിൽ എണ്ണയിലിട്ട് കത്തിക്കാൻ പറ്റുന്ന തുളസിയാണ്. അല്ല, ഇത് വേണം, എണ്ണ വേണം, അതിനെ ഉപയോഗിക്കുന്നതാണ്. ഇതിന് മണം ഉണ്ടാവും. ഇത് രാമതുളസി. രാമതുളസി. ഇത് കറിയിൽ ഉപയോഗിക്കാം, കറിയിൽ ഉപയോഗിക്കാൻ പറ്റും, ഉപയോഗിക്കുന്ന തുളസിയാണ് ഇത്. ഇത് പച്ചില തുളസി എന്ന് പറയും. പച്ചില തുളസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് ഞെരടി മണപ്പിച്ച് കഴിഞ്ഞാൽ കൊട്ടൻ ചുക്കാതി എണ്ണ മണക്കും. നമ്മൾ വയസ്സായ ആൾക്കാർ ഒരു മണമായിരിക്കും. നമ്മൾ കൊട്ടൻ ചുക്കാതി എണ്ണ തടയിട്ടില്ലേ പണ്ട് കാലത്ത്,
ഇതും കറിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തുളസിയാണ്. ആ സർവ്വസുഗന്ധിന്റെ മണമായിരിക്കും, എല്ലാ മസാലകളുടെ മണം വരും. അതെ. ഇത് കർപ്പൂരത്തിന്റെ മണമില്ല തുളസി, ഇതിന് കർപ്പൂരത്തിന്റെ മണമായിരിക്കും. ഇത് രാമതുളസിയാണ്. രാമതുളസി തന്നെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇത് വെത്തിലക്ക് പകരം ചവക്കാനിൽ ഉപയോഗിക്കുന്ന തുളസിയാണ്. ഇത് വെത്തില ചവക്കും പോലെ ചവക്കാം. നല്ലൊരു മണമുണ്ട് അല്ലേ? അല്ല ഞാൻ ചവക്കാത്തതിന്റെ കാരണം അറിയാം, അടുത്ത ഈലും സൂപ്പറായ എന്തെങ്കിലും സാധനം പുള്ളി കാണിച്ചു തരും. ഇതാണ് ആടയോട്ടി എന്ന് പറയും. ഔഷധ സസ്യങ്ങളിലെ അപൂർവ സാധനങ്ങളാണ്. ആടാന്ന് പറഞ്ഞ വസ്ത്രം, വസ്ത്രത്തിനെ ഒട്ടിപ്പിടിക്കാനുള്ള കഴിവുണ്ട് ഇതിന്. എന്ന് പറഞ്ഞാല് പണ്ട് കാലത്ത് വശീകരണത്തിന് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് ആടാന്ന് പറഞ്ഞ വസ്ത്രത്തിനെ, ഇത് വസ്ത്രത്തില് ഇതുപോലെ വെച്ചിട്ട് വേണ്ട അമർത്തി കഴിഞ്ഞാല് വസ്ത്രത്തിനെ ഒട്ടിപ്പിടിക്കാനുള്ള. ഓ അതവിടെ പറ്റിപ്പിടിച്ചു. ശരി ശരി. അത് ഇൻസുലേഷൻ ടൈപ്പ് ഒട്ടി പോലെ ഇടുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു ചെടിയാണ് ഇത്. കാരണം പണ്ട് കാലത്ത് വശീകരണം എന്ന് പറയുന്ന പരിപാടിയുണ്ട്, അതിന് ഉപയോഗിച്ച സാധനമാണ് ഇത്. മഷിയെല്ലാം ചെയ്തിട്ട് അങ്ങനെ വേണം ചെയ്യാൻ. ഇതാണ് അശ്വഗന്ധം. അശ്വഗന്ധം അമുക്കുരു എന്ന് പറയുന്ന ചെടിയാണ് ഈ കാണുന്നത്. ഇത് ആ ചെടി കണ്ട, അതാണ് ശിംശിവ. അശോകവനത്തിൽ സീതാദേവിനെ കൊണ്ട് ഇരുത്തിന് ഈ മരത്തിന്റെ അടിയിലാണ്, ശിംശിവ വൃക്ഷത്തിന്റെ അടിയിലാണ് ഇരുത്തിയത്. ഇതാണ് അഴുകണ്ണി എന്ന് പറയും ഈ ചെടി. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്ലവറിന് എപ്പം വെള്ളം ഇങ്ങനെ ഉറ്റിക്കൊണ്ടേയിരിക്കും. ഓ അങ്ങനെയുള്ള ചെടിയാണ് അഴുകണ്ണി എന്ന് പറയുന്ന ഈ ചെടി. ഇതാണ് കക്കുംകായ് എന്ന് പറയും. കക്കുംകായിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് കക്കുംകായ് 12 കൊല്ലം മണ്ണ് കടന്നിട്ട് 13ാമത്തെ കൊല്ലം മുളക്കും. ഒരു വ്യാഴവട്ടക്കാലമ്പാണ് ഇത് മുളച്ച് കിട്ടണ്ടെങ്കിൽ. അങ്ങനെയുള്ള ചെടിയാണ്. ഇതാണ് വെളുത്തുള്ളി പുല്ല്. വെളുത്തുള്ളിക്ക് വരെ ഉപയോഗിക്കുന്ന പുല്ലാണ് ഇത്. ഒരു കായ് വെളുത്തുള്ളിക്ക് ഒരു കഷ്ണേ വേണ്ടും. ഓ ഇത് നല്ല വെളുത്തുള്ളിന്റെ മണമുണ്ടല്ലോ. ഇത് ശരിക്കും പറയാം കേരളത്തിലുള്ള സാധനമാണോ? കേരളത്തിലില്ല, കേരളത്തിലില്ല. റഷ്യക്കാർ വന്നേരം അവര് പറഞ്ഞു അവരുടെ നാട്ടിലുണ്ട് ഈ സാധനം എന്ന് പറഞ്ഞു. റഷ്യയിലുണ്ട് അല്ലേ? ഇതെല്ലാം അലോവേരന്റെ വെറൈറ്റികളാണ്. ഇതാണ് ചെങ്കുമരി എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത പൊട്ടിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ ചോര എങ്ങനെ വരുന്നത് അതേപോലെ വരും ഇത്. ഇത് ചില ചികിത്സക്ക് ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ ഒരു തൈക്ക് തന്നെ 1000 രൂപ വരുന്നുണ്ട്. 1 കിലോ ലീഫിന് 3000 രൂപയോളം വില കിട്ടുന്നുണ്ട്. ഒരു കറ്റാർ വാഴയുടെ വില ഒരു ചെറിയ തൈക്ക് 1000 രൂപ വരും. ഇതിന്റെ 1 കിലോ ലീഫിന് 3000 രൂപ വരും. ചെങ്കുമരി എന്ന് പറയുന്ന ഐറ്റംസ് ആണ്. എന്തായാലും 60 കിലോ വരെ വില ഒരു പ്ലാന്റ്. ശരി ശരി. ഈ സാധനം ഇതാണ് സിന്ദൂര കറ്റാർവായ. സ്വർണത്തിന്റെ അംശമില്ലതാണ്. ചില കഷായങ്ങൾക്ക് ഇതിന്റെ തണ്ടാണ് ചേർക്കുക. ഇതിന്റെ ചെറിയ തൈക്ക് 2000 രൂപ വരും. ഈ സാധനം ഇതിന്റെ ഒരു തൈക്ക് 2000 രൂപ വരും. കറ്റാർ വാഴയിൽ തന്നെ ഇത്രയും വെറൈറ്റി ഉണ്ട്. ഇതാണ് വള്ളി കറ്റാർവായ. ചെന്നിനായത്തിന് ഉപയോഗിക്കുന്നതാണ്. വള്ളിയായിട്ട് പോകുന്ന ഐറ്റംസ് ആണ്. ഇത് വേറെ ഒരു ടൈപ്പ്, അത് വേറെ. ഇതിൽ ഏറ്റവും കയപ്പുള്ളതാണ് ഈ കാണുന്നത്. ഇതായിരിക്കും നമ്മുടെ നാട്ടിലുണ്ടാവുക. അതാണ് ഏറ്റവും കയപ്പുള്ളത്. അത് ഇതാണ് നമ്മുടെ നാട്ടില് ചില ആള് പറയും കറ്റാർ വാഴ മടിച്ചിട്ട് അത് വണ്ണം വെക്കുന്നില്ല എന്ന്. അത് ഈ ടൈപ്പിൽ മാത്രമേ വരും. ഇതിൻ്റെ അകത്ത് തൈ ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയല്ലേ ഈ ചെങ്കുമരി എന്ന് പറയുന്നത് ഇതാ. ഒരു ലീഫ് തന്നെ 800 ഗ്രാമിൽ മുകളിൽ തൂക്കം വരും. അതിൻ്റെ ലീഫാണ് ഇത്. കണ്ട 800 ഗ്രാമിൽ മുകളിൽ തൂക്കം വരും. അത് സാധാരണ കറ്റാർവായാണ് ഈ പൂത്ത് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്നത് ഈ കാണുന്നത് ഇത് സാധാരണ പൂത്ത് നിൽക്കുന്നത് സാധാരണ കറ്റാർവായാണ്. സാധാരണക്ക് ചെറിയ പൈസ വരും. ഒരു തൈക്ക് 100 രൂപ 50 രൂപ ആ റേറ്റ് മാത്രമേ വരും. അതാണ് ഈ കാണുന്നതെല്ലാം 100 രൂപ ആ
ആ റേറ്റില്ല. അത് അപ്പുറത്തെ വരുന്ന 50 രൂപ സാധാരണ ഇത് വരുന്നത്. ഇതാണ് മലര് എന്ന് പറയും. ഇതിന്റെ ചിലർക്ക് ഈ ഇയർ ബാലൻസിന്റെ പ്രശ്നം ഉണ്ടാവും, അതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് മലര്. ഇതാണ് പിക്ചർ പ്ലാന്റ് അഥവാ അറേബിഡിയൻ സസ്യം എന്ന് പറയുന്ന സസ്യമാണ് ഈ കാണുന്നത്. ഇതാണ് പ്രാണികളെല്ലാണ് ഇതിന്റെ ഭക്ഷണം. ഓ, ഇതാണ് എന്നെ പിടിക്കുന്നത്. ആരെയാണ് പിടിക്കുന്നത്. അപ്പൊ നമ്മൾ തൊട്ടാ ഇപ്പൊ തടിയോ? ഇല്ല ഇല്ല, പ്രാണി എന്തെങ്കിലും ഉറുമ്പെല്ലാം കയറി കഴിഞ്ഞാൽ അതടിയും. അതെ അല്ലേ? എന്താ ഒരു സാധനം കണ്ട. അപ്പൊ ബാക്കി പിന്നെ അതിനെ ഉള്ളിന്ന് ലയിച്ച് വളമായിക്കോളൂ അല്ലേ? പൊട്ടിയ കൂടാൻ ഉപയോഗിക്കുന്നതാണ് ചെങ്ങലാൻ പരണ്ട. പണ്ട് കാലത്ത് ശബരിമലക്ക് പോകുന്ന ആൾ ഇതിനെ കൊണ്ട് സമ്മന്തി അരച്ചു കൊണ്ടുപോകും. മല കയറുമ്പോ അല്ല, ഇത് ചൊറിയും വാട്ടിയിട്ടില്ലേ. എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറുങ്ങനെ വാട്ടണം, അല്ലെ ചുട്ടിട്ട് അരക്കാം. അങ്ങനല്ല, ചെങ്ങലാൻ പരണ്ടകൾ 4 വിധത്തിലുള്ള പരണ്ടകളാണ്. ഇതാണ് ഒറ്റ പരണ്ട എന്ന് പറയും ഈ സാധനം. ഇത് മുപ്പരണ്ട, ഇതിന് 3 കോണായിരിക്കും. ഇതുപോലെ 3 കോണുള്ള സാധനമാണ് മുപ്പരണ്ട. ഇത് കത്തിപ്പരണ്ട, ഇതിന് 2 കോണായിരിക്കും കത്തിപ്പരണ്ട. അങ്ങനെ പരണ്ടകൾ 4 ഇത് വെത്തിലയില് ജീരക വെത്തില, ഇതാണ് കർപ്പൂര വെത്തില, ഇത് സേലം വെത്തില, ഇതാണ് നാഗവെത്തില എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇല ഇത്രയും വണ്ണം ഉണ്ടാവും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് പാമ്പ് കടിച്ച വൈദ്യന്മാരുടെ അടുത്ത് പോയാൽ ഈ ഇല കൊടുക്കും. എന്നിട്ട് എന്നാ ടേസ്റ്റ് എന്ന് മധുരാങ്ക് മൂർക്കൻ, കയപ്പാങ്കിൽ അണലി, അങ്ങനെ ഓരോ പാമ്പിനെയും തിരിച്ചറിഞ്ഞ് അവർ ടേസ്റ്റ് നോക്കിയിട്ടാണ് അതിനുപയോഗിച്ച വെത്തിലയാണ് ഇത് ഈ കാണുന്നത്. ഇപ്പം ചവച്ച് കഴിഞ്ഞാൽ വെത്തിലേന്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇതാണ് മരമഞ്ഞൾ. മരമഞ്ഞൾ വള്ളിയായിട്ട് പോകുന്ന ഒരു ഇതാണ് ചെടിയാണ് മരമഞ്ഞൾ എന്ന് പറയുന്ന ഈ ചെടി. ഇത് മർമ്മഗന്ധി എന്ന് പറയുന്ന ഒരു മുറികൂടിയാണ് ഈ സാധനം. ഇത് ഇതിൽ പടർന്നു പിടിച്ചിരിക്കുന്ന അല്ല, അതല്ല, ഇത് ഈ ഇവിടെ കാണുന്നത് ഈ സാധനം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മുറിഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിക്കാം ഈ ചെടി. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് മുട്ടേന്റെ വെള്ളയിൽ അരച്ച് കെട്ടും, അതിനുപയോഗിക്കുന്നതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലെ കട്ട് ചെയ്യാം, എന്നിട്ട് ഇതേ ഞരവിൽ ഈ സാധനം വെക്കുക. ഇതേ ഞരവിൽ വെച്ച് കഴിഞ്ഞാൽ ഞരവിൽ തന്നെ കിട്ടണം. ഇതേ ഞരവിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടി നിൽക്കണം. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇതുപോലെ നിൽക്കും. ഓഹോ, അങ്ങനെയുള്ള ചെടിയാണ്. ഇത് ഭൂതം കൊല്ലി. മന്ത്രവാദികളുടെ കൈമിൽ ഒരു വടി ഉണ്ടാവും, മാന്ത്രിക വടിയായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ്. അതിനുപയോഗിക്കുന്ന ചെടിയാണ്. ഇത് നമ്മുടെ നാട്ടിൽ കാട്ടിലൊക്കെ ഉള്ളതാ. ഇതാണ് ഗുൽഗുലു. ഗുൽഗുലു തൃത്തകം എന്ന് പറയുന്ന ചെടിയാണിത്. ഇതാണ് ഊത്, ഏറ്റവും വിലപിടിപ്പുള്ള അത്തർ. ഇതിനൊരു ഫംഗസ് വരും, ഫംഗസാണ് ഊതായിട്ട് മാറ്റുന്നത്. അല്ലാണ്ട് എന്താ പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിലും ഡ്യൂപ്ലിക്കേറ്റ് തുടങ്ങി. ഒറിജിനൽ ഊത് തിരിച്ചറിയാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ ഇത് വലിച്ചു കഴിഞ്ഞാൽ നൂല് വലിയുന്ന പോലെ വലിയണം. കണ്ടില്ല? ഇതാണ് ഒറിജിനൽ ഊത് തിരിച്ചറിയാനുള്ള കഴിവ്. നാശിനി എന്ന് പറയുന്ന ചെടിയാണ് ഈ കാണുന്നത്. കയ്പനരച്ചി എന്ന് പറയുന്ന ചെടിയാണ്. ആദിവാസികൾ കാട്ടിലേക്ക് കയറുമ്പോൾ ഇതിൻ്റെ ഓരോ ഇല കഴിക്കും. മൂർക്കം പാമ്പ് കടിച്ചാൽ തന്നെ വിഷയേൽക്കില്ല. വിഷയിൽസൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് കയ്പനരച്ചി, കയ്പനരഞ്ചി എന്ന് പറയുന്ന ഈ ചെടി. ചതുരമുല്ല എന്ന് പറയും ഈ കാണുന്നത്. ചതുരമുല്ല ഞരവ് സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം ഉപയോഗിക്കാം. പിന്നെ ഒരുപാട് എണ്ണകളിലെല്ലാം വരുന്നുണ്ട് ഇത്. ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഇലയെടുത്തിട്ട് ഇത് മടക്കുന്നു. ഇതുപോലെ മടക്കി, എങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഇത് നീർന്നു വരും. ഒരു കല പോലും ഇല്ലാണ്ട് നീർന്നു വരും. അതാണ് ഇന്ത്യയിലും പ്രത്യേകത. പറയും പണ്ട് കാലത്ത് ഒടിവെക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ പരിപാടിയുണ്ട്. അതിന് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. ഇതാണ് കമണ്ടല്. സന്യാസിമാരുടെ കൈമില് ഭിക്ഷാപാത്രം. ഇതിൽ വലിയൊരു പാത്രം പോലെ ഉണ്ടാവും. അതിലാണ് സന്യാസിമാർ ഭക്ഷണം കഴിച്ചതും ഭിക്ഷ അയച്ചതെല്ലാം ഈ പാത്രത്തിലാണ്. പുലി എന്ന് പറയും. പണ്ട് സന്യാസിമാർ ഉടുക്കാൻ ഉപയോഗിച്ച ഈ മരത്തിന്റെ തോലാണ്. അതിനുപയോഗിച്ച മരാണ്. കാഞ്ഞരം, വള്ളിയായിട്ട് പോകുന്ന കാഞ്ഞരാണ്. ഇതിലെ പോയിട്ട് കാണുന്നില്ലേ. അപ്പുറം കാണുന്ന വള്ളി പാല.
ആ മുകളിലേക്ക് കയറിപ്പോയത്. ഇതിൻ്റെ അകത്ത് പണ്ട് കാലത്ത് എഴുതാൻ ഉപയോഗിച്ചതാണ്. ഇത് കണ്ടില്ലേ, എഴുതി കഴിഞ്ഞാൽ ഇതുപോലെ നിൽക്കും. അതിനുപയോഗിച്ച സാധനമാണ്. അടിപൊളി. ഇതാണ് പൂത്തിലഞ്ഞി പുത്രൻജീവ പുത്രൻചാരി എന്ന് പറയുന്ന ചെടിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല കഴിച്ചാൽ ആൺകുട്ടികൾ മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയുള്ള ഒരു ചെടിയാണ്. കൃഷ്ണനാല് എന്ന് പറയും. പണ്ട് ശ്രീകൃഷ്ണൻ വെണ്ണയും പാലെല്ലാം കട്ടുന്നാൻ ഉപയോഗിച്ച അരിയാലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മൂക്കുന്നതിനനുസരിച്ച് വേക്കോട്ട് മടങ്ങും. എന്നിട്ട് കുമ്പിൾ കുത്തിയ മോഡലാവും. നമ്മൾ പിലാലിനെ കൊണ്ടെല്ലാം കഞ്ഞി കുടിക്കാൻ കുത്തുന്നില്ലേ, അതേ മോഡൽ കണ്ടില്ലേ. അതുപോലെ ജോയിൻ്റ് ആയിട്ട് ഈ രൂപത്തിൽ വരും. ശരി ശരി, ഓക്കെ പറഞ്ഞോ. ഇതാണ് യുദ്ധാസത്തിൻ്റെ മരമാണ് ഈ കാണുന്നത്. യുദ്ധാസം ഇത് കായ്ച്ച തുടങ്ങിയോ? കായ്ച്ചു തുടങ്ങി. ഇതിൻ്റെ കായ്കളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു മരത്തിലാണ് 1 മുതൽ 32 വരെയുള്ള മുഖങ്ങൾ ഉണ്ടാകാം. അതിൻ്റെ അകത്ത് ഒറ്റ മുഖം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യജന്മത്തിൽ 1 2 മാത്രമേ കിട്ടും. ഇതിന് 5 മുഖം എല്ലാവർക്കും ധരിക്കാം. സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതെ ധരിക്കാം. ബാക്കിയുള്ള ധരിക്കുമ്പോൾ അതിൻ്റെതായ ചിട്ടകളും കാര്യങ്ങളെല്ലാം വേണം. ഈ ചെടിയാണ് മദനകാമേശ്വരി എന്ന് പറയുന്ന ചെടിയാണ്. ഇതിൻ്റെ ഒരുപാട് പ്രത്യേകതകളുള്ള ചെടിയാണ്. ഇത് പണ്ട് കാലത്ത് വശീകരണത്തിൽ ഉപയോഗിച്ചതാണ്. ഇതിൻ്റെ പൂവ് അങ്ങനെയുള്ള ചെടിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചെടീനെ ഇത് പിടിച്ച് തന്നെ കണ്ട, ഒരു കൊള്ളീനെ തന്നെ പിടിച്ച് അതിൻ്റെ പിടുത്തം തന്നെ കാണുന്നില്ല. ഇതാ, ഇത് കൊള്ളീനെ പിടിച്ചതാണ്. ഇതിൻ്റെ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഈ അങ്ങനെയുള്ള ഒരു ചെടിയാണ്. ആനമയക്കി എന്ന് പറയും. ആനമയക്കി, അങ്കറ, ആനച്ചെറിയണം എന്ന് പറയുന്ന ചെടിയാണ്. ഈ കുഞ്ഞു ചെടിയാണ് അല്ലേ? അതിന് വലിയ വണ്ണാവും. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ആന വരെ അടുത്ത് പോവില്ല. അങ്ങനെയുള്ള ഒരു ചെടിയാണ്. തൊട്ട് കഴിഞ്ഞാല് പനിയായിട്ട് കിടപ്പിലായി പോകും. അങ്ങനെയുള്ള ചെടിയാണ് ആനമയക്കി, അങ്കറ, ആനച്ചെറിയണം എന്ന് പറയുന്ന ആ ചെടി. ഞാൻ കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ കൃഷിയോട് താല്പര്യം. എൻ്റെ അച്ഛൻ്റെ അമ്മയിൽ നിന്നും കിട്ടിയ അറിവാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. 10ാം ക്ലാസ്സിന് ശേഷം പിന്നെ കേബിളിൻ്റെ ഫീൽഡിലായിരുന്നു കുറച്ച് കാലം. ഒരു 5 കൊല്ലത്തോളം കേബിളിൻ്റെ പണിയായി. അങ്ങനെ അന്നേരമെല്ലാം കൃഷി ഉണ്ടായിരുന്നു. കൃഷി ചെയ്തിട്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്ന കാലത്തെ കൃഷി ചെയ്തിട്ടാണ് പോക്ക്. അങ്ങനെയാണ് കൃഷിയിലേക്ക് എത്തുന്നത് തന്നെ. പിന്നെ ഔഷധ കൃഷിയിലേക്ക് എത്തുന്നത് ഞാനെന്ന് പറഞ്ഞാൽ ഒരു അവാർഡ് മേടിക്കാൻ പോയാലും അവിടെ നിന്ന് ഒരു മുറി കൂടി കിട്ടി. ഇല മുറിച്ച് വെച്ചിട്ട് രണ്ടാമത്തെ കൂടി വെക്കുന്നത് നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ. അതെന്നെ അത്ഭുതപ്പെടുത്തി. അങ്ങനെയാണ് ഔഷധ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. ഔഷധ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ 7 കൊല്ലമായി. അതിൻ്റെ അടുത്ത 7 കൊല്ലത്തിനിടയ്ക്ക് ഞാൻ വെച്ച് പിടിപ്പിച്ച സാധനങ്ങളാണ് നിങ്ങൾ ഇത്രയേരം കണ്ട ഔഷധ ചെടികൾ. പുരസ്കാരം എന്ന് പറഞ്ഞാൽ ജൈവ കർഷകനുള്ള സംസ്ഥാന അവാർഡുകൾ കിട്ടീന്. അതുപോലെ ജൈവ വൈവിധ്യ ബോർഡിൻ്റെ വിത്ത് സംരക്ഷണ അവാർഡ്, അതുപോലെ ദേശീയ പുരസ്കാരങ്ങൾ ജൈവ വൈവിധ്യ ബോർഡിൻ്റെ, പിന്നെ വനമിത്ര, പ്രകൃതി മിത്ര, അങ്ങനെയുള്ള അവാർഡുകളെല്ലാം തേടിയെത്തിയിട്ടുണ്ട്. ചെറുതും വലുതുമായ 100ഓളം അവാർഡുകൾ എന്നെ തേടിയെത്തിയിട്ടുണ്ട്. കൃഷിയിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് എനിക്കിതെല്ലാം കിട്ടിയത്. ഫാമിലിനെ പറ്റി ഒന്ന് പറയാൻ പറ്റും? ഭാര്യയും 2 മക്കളും കൃഷിയിലേക്ക് എൻ്റെ അപ്പുറം സഹായിക്കാനുണ്ട്. അതുപോലെ ഭാര്യയും സഹായിക്കാനുണ്ട്. മോനിപ്പം +2 കഴിഞ്ഞു. ഇനിയിപ്പോൾ ITIയിലേക്ക് ചേർന്നിട്ട് മോള് +1 മാലൂർ സ്കൂളിൽ പഠിക്കുന്നു. ഇതൊരു സംയോജിത കൃഷിയല്ലേ ശരിക്കും? അതെ, എല്ലാം സംയോജിപ്പിച്ച കൃഷിയാണ്. കൃഷി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നെല്ലുണ്ട്, വാഴയുണ്ട്, അതുപോലെ പച്ചക്കറികൾ, ആട്, പശു, പിന്നെ കോഴികൾ, തേനീച്ച കൃഷിയുണ്ട്, മത്സ്യകൃഷിയുണ്ട്. അങ്ങനെയുള്ള എല്ലാ കൃഷികളും ഉണ്ട്. ഉദ്ദേശം എത്ര ഏക്കർ സ്ഥലത്ത് നിങ്ങളുടെ കൃഷി ഉണ്ടാവും? ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ 15 ഏക്കർ പാട്ടത്തിൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ 4 ഏക്കർ ഔഷധ സസ്യങ്ങൾ, പിന്നെ അനിയൻ്റെ സ്ഥലം, അതിലൊരു 5 ഏക്കർ ആ സ്ഥലം, എല്ലാം കൂടി എന്ന് പറഞ്ഞാൽ ഒരു 25 ഏക്കറുകളോളം കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ നിങ്ങളുടെ കൃഷിയിൽ ഔഷധ സസ്യങ്ങൾ കൂടുതലായിട്ടുണ്ടല്ലോ. എങ്ങനെയുണ്ട് ഇതിന്റെ മാർക്കറ്റിംഗ്? മാർക്കറ്റ് എങ്ങനെയാണ്? ഇതിന്റെ ഔഷധങ്ങളെല്ലാം എല്ലാത്തിന്റെ തൈകൾ കൊടുക്കുന്നുണ്ട്. ഈ 1500 ഔഷധ സസ്യങ്ങളെ തൈകൾ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കേരളത്തിനകത്തും പുറത്തും ഒരുപാട് ആൾക്കാർ തൈകൾ മേടിക്കാൻ വരുന്നുണ്ട്. തൈകൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മളെ ഓരോ മഞ്ഞപ്പൊടി, അതുപോലെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി, എള്ളെണ്ണ, പിന്നെ മുത്താറി എല്ലാം കൃഷി ചെയ്ത സാധനങ്ങളിൽ ഇവിടുന്ന് ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് വിൽപ്പന നടത്തുന്നുണ്ട്.
അപ്പോൾ ശരിക്കും വിപണി നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇല്ല ഇല്ല, ആദ്യമെല്ലാം ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും അറിയാം. നമ്മൾ അറിയുന്നതുകൊണ്ട് അതുപോലെ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, കുട്ടികളും പഠിക്കാനുള്ള ആൾക്കാരെല്ലാം വരുന്നുണ്ട്. അവർ എല്ലാം ഇവിടെ വരുന്ന ആളിൽ തന്നെ ഓരോ സാധനങ്ങളും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതിന് താഴെ ഞാൻ നിങ്ങളുടെ ഡീറ്റെയിൽ കൊടുക്കും, ഈ ഒരു പിന്നെ വീഡിയോൻ്റെ താഴെ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഈ സ്ഥലം ശരിക്കും എന്താണ് പറയേണ്ടത്? ഈ സ്ഥലത്തിന്റെ അഡ്രസ് എന്ന് പറയുന്നത്? സ്ഥലം എന്ന് പറഞ്ഞാൽ തില്ലങ്കേരിയാണ്. തില്ലങ്കേരി പഞ്ചായത്തിൽ കാഞ്ഞരാട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ജൈവകം തില്ലങ്കേരി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഡീറ്റെയിൽസുകളെല്ലാം ഉണ്ട്. അതിൻ്റെ അകത്ത് ഗൂഗിൾ മാപ്പ് വഴി കാണാം സ്ഥലങ്ങൾ. ഇപ്പം വേണ്ടെങ്കിൽ ആയിരിക്കും വരാം. ഒരു ജൈവവൈവിധ്യ പഠന കേന്ദ്രമാണ് നമ്മുടെ ഈ സ്ഥലം. പ്രത്യേകിച്ച് ഇതിനകത്ത് എൻട്രി ഫീസോ കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ല. ഇല്ല ഇല്ല. അപ്പോൾ പിന്നെ നിങ്ങളെ സംബന്ധിച്ചുള്ള 1500ഓളം സസ്യങ്ങളെ, 1500-ലധികം അല്ലേ അതെ അതെ സസ്യങ്ങളെ, പിന്നെ ആയുർവേദ ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തിനെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതും അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ കസ്തൂരി മഞ്ഞൾ, അതുപോലെ പലതരത്തിലല്ലേ ഈ പിന്നെ അതുപോലെ പിന്നെ നമ്മുടെ ചെറുധാന്യങ്ങളും എല്ലാം ഉണ്ട് അല്ലേ, മില്ലറ്റുകളുണ്ട്. അതുപോലെ പിന്നെ അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി പറ്റും. തേനുണ്ട് അല്ലേ? അതെ അതെ, തേനുണ്ട്, വലിയ തേന്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടും. അതെ അല്ലേ? ഓക്കെ. ഇവിടുത്തെ ഏറ്റവും വില കൂടിയ പ്രോഡക്റ്റ് എന്താ ഇവിടെ എന്ന് പറഞ്ഞാല്? ഇല്ലെന്ന് പറഞ്ഞാല് വില കൂടിയെന്ന് എള്ളെണ്ണ വില കൂടിയതാണ്. 1000 രൂപക്കാണ് 1 ലിറ്റർ എള്ളെണ്ണ കൊടുക്കുന്നത്. അതുപോലെ പിന്നെ മഞ്ഞളിൽ അപൂർവ ഇനം മഞ്ഞളുകളുണ്ട്, വില കൂടിയ ടൈപ്പ് മഞ്ഞളുകൾ. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ കസ്തൂരി മഞ്ഞളുടെ പൊടി, അതിനെല്ലാം 2000 രൂപയോളം 1 കിലോന് വരുന്നുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളിലും ഉണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഷിംജിത്ത്. ഓക്കെ.